കഥയെ ആരംഭിക്കുന്നത് ഡാറിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റോസ് ഹിൽ എന്ന പേരുള്ള ഒരു എലൈറ്റ് സ്കൂളിലായിരുന്നു അവൾ പഠിച്ചിരുന്നത്. അവൾക്കവിടെ അഡ്മിഷൻ കിട്ടിയതുപോലും സ്കോളർഷിപ്പിലൂടെയാണ്. ഒരുപാട് പണക്കാരുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന വളരെ വലിയൊരു സ്കൂളായിരുന്നു അത്. ആ സ്കൂളിലെ വളരെയധികം പോപ്പുലറായി മാറാൻ അവൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ചില കുട്ടികളെങ്കിലും ഡാറിയയുടെ പോപ്പുലാരിറ്റി അതിനവൾ അർഹയല്ല എന്ന തരത്തിൽ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം ഡാറിയ തന്റെ സുഹൃത്ത് താരയ്ക്കൊപ്പം ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തു. സ്കൂളിലെ കുട്ടികളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി നല്ല രീതിയിൽ നടക്കെ അങ്ങോട്ടേക്ക് മാക്സ് എന്ന യുവാവ് കടന്നു വന്നു. മാക്സ് ഡാറിയയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. അന്ന് പാർട്ടി കഴിഞ്ഞ് ഡാറിയയും മാക്സും ഒന്നിച്ചായിരുന്നു പുറത്തുപോയത്. അവിടെ വെച്ച് മാക്സ് ഡാറിയയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ തനിക്ക് മാത്രമായി പകർത്തി നൽകാമോ എന്ന് ചോദിച്ചു. ആദ്യം ഡാറിയ സമ്മതിച്ചില്ലെങ്കിലും മാക്സ് ഇമോഷണലി പറഞ്ഞ് അവളെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചു. ഡാറിയ തന്റെ ഒരു സ്വകാര്യ വീഡിയോ അവന് റെക്കോർഡ് ചെയ്തു കൊടുത്തു. അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തിയപ്പോ ഡാറിയയെ കുട്ടികളൊക്കെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് ഡാറിയയ്ക്കും താരയ്ക്കും ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് സ്കൂൾ ഗ്രൂപ്പിൽ സ്പ്രെഡായ ഡാറിയയുടെ സ്വകാര്യ വീഡിയോയുടെ കാര്യം താര ഡാറിയയോട് പറയുന്നത്. ആ വീഡിയോ കണ്ട ഡാറിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. താൻ മാക്സിന് വേണ്ടി കൊടുത്ത വീഡിയോ ആണ് ലീക്കായി പുറത്തു വന്നിരിക്കുന്നത്. ഡാറിയ ദേഷ്യത്തിൽ മാക്സിന്റെ മുമ്പിലേക്ക് ചെന്നു. പക്ഷേ തനിക്കതൊന്നും അറിയില്ലെന്നും തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്നുമായിരുന്നു മാക്സ് പറഞ്ഞത്. ദേഷ്യത്തിൽ ഡാറിയ മാക്സിന്റെ മുഖത്തടിച്ചു. അതോടെ അവരുടെ റിലേഷൻഷിപ്പും ബ്രേക്കപ്പായി. പിന്നാലെ ഡാറിയയെ പ്രിൻസിപ്പൽ വിളിപ്പിച്ചു. നടന്ന കാര്യങ്ങൾ ഡാറിയയോട് ചോദിച്ചറിഞ്ഞു. മാക്സിന്റെ കാര്യം ഡാറിയ പറഞ്ഞെങ്കിലും മാക്സിന്റെ പേരൻസ് ഒക്കെ ഇൻഫ്ലുവൻഷ്യലായ ആളുകളാണെന്നും അവരെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും പിന്നെ തെളിവുകളുമില്ലല്ലോ എന്നുമായിരുന്നു പ്രിൻസിപ്പൽ ഡാറിയയോട് പറഞ്ഞത്. ഡാറിയ മാക്സിനെ പൊതുമധ്യത്തിൽ വെച്ചടിച്ചത് വളരെ മോശം കാര്യമാണെന്നും അതിന്റെ പേരിൽ ഡാറിയക്കെതിരെ നടപടിയെടുക്കുന്നുവെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ഡാറിയയ്ക്ക് കമ്മ്യൂണിറ്റി സർവീസ് ആയിരുന്നു പ്രിൻസിപ്പൽ വിധിച്ചത്. ഇനിയും ഇതുപോലുള്ള വയലന്റ് ബിഹേവിയേഴ്സ് കാണിച്ചാൽ ഡാറിയയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. അന്നത്തെ ആ സംഭവത്തിനു ശേഷം അവളുടെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ മുഴുവനും ഡാറിയയെ ഒറ്റപ്പെടുത്തി. ഡാറിയ ആകെ തനിച്ചായി. ഡാറിയയ്ക്ക് ആകെ വട്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ജീവിതം മുമ്പോട്ട് പോണമല്ലോ. ഡാറിയ അങ്ങനെ ടെന്നീസ് ക്യാമ്പിൽ ജോയിൻ ചെയ്തു. അപ്പോഴേക്കും സമ്മർ വെക്കേഷൻ ആയി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ടോംബോയ്സ് ലുക്കുള്ള എലനോർ എന്ന പെൺകുട്ടി ഡാറിയയോട് സംസാരിക്കാൻ എത്തുന്നത്. എലനോർ എന്ന ഡാറിയയ്ക്കടുത്ത് എർക്ക എന്ന പെൺകുട്ടിയാണ് ഡാറിയയുടെ സ്വകാര്യ വീഡിയോ ഷെയർ ചെയ്തത് എന്ന കാര്യം അവളോടായി പറഞ്ഞു. എറിക്കയ്ക്കൊരു പണി കൊടുക്കാൻ ഡാറിയ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഡാറിയ ചെയ്തതാകട്ടെ കുറച്ച് വളഞ്ഞ വഴിയും. എറിക്കയുടെ ബാഗിൽ ഡാറിയ മയക്കുമരുന്ന് ഒളിപ്പിച്ചു. ശേഷം അത് സ്കൂളിനൊറ്റുകൊടുത്ത് അവളെ കൈയോടെ പിടികൂടിപ്പിച്ചു. അതിന്റെ പേരിൽ എറിക്ക സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം ഡാറിയ കാറിൽ വീട്ടിലേക്ക് പോവാൻ നോക്കുമ്പോൾ കാർ കംപ്ലൈന്റ് ആയിരിക്കുകയായിരുന്നു. അതുവഴി വന്ന എലനോർ ഡാറിയയ്ക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തു. അന്ന് യാത്ര ചെയ്തു പോകുമ്പോൾ എലനോർ ഡാറിയയോട് സംസാരിച്ചു. ഡാറിയ കടന്നു പോകുന്ന പോലൊരു അവസ്ഥയിലൂടെ താൻ മുമ്പ് കടന്നുപോയിട്ടുണ്ടെന്നും കെരീസ എന്ന പെൺകുട്ടിയെ താൻ കിസ് ചെയ്തു എന്ന് പറഞ്ഞാണ് എന്റെ പേരിൽ അപവാദങ്ങൾ ഉണ്ടായതെന്നും താനൊക്കെ സർവൈവ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും എലനോർ പറഞ്ഞു. എലനോറും ഡാറിയയും തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുത്തു. വൈകാതെ സ്കൂൾ തുറന്ന് അവർ സ്കൂളിൽ പോവാൻ ആരംഭിച്ചു. ആ സമയത്താണ് ഡാറിയ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഡാറിയയുടെ എക്സ് ബോയ് ഫ്രണ്ട് മാക്സ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന താരയുമായി റിലേഷൻഷിപ്പിലായി എന്ന കാര്യമായിരുന്നു അത്. ഡാറിയ ആദ്യം അസ്വസ്ഥയായെങ്കിലും അത് പുറത്തു കാട്ടാതിരിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും മുമ്പിലേക്ക് കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് കയറിച്ചെന്ന മാക്സ് ഡാറിയക്കെതിരെ നടന്ന സ്കാൻഡലിനെ പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും വിശദമായി സംസാരിച്ചു. അതൊക്കെ തടയാൻ സ്കൂളിൽ തന്നെ ഒരു സമിതി, ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ടെന്നും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്നും മാക്സ് പറഞ്ഞു. കുട്ടികൾ കയ്യടികളോടെയായിരുന്നു മാക്സിന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തത്. തന്റെ തെറ്റുപോലുമല്ല ഡാറിയയുടെ വീഡിയോ ലീക്കായത് എന്ന മട്ടിലായിരുന്നു മാക്സ് സംസാരിച്ചത്. ഡാറിയക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മാക്സ് ആണ് അതിന് പിന്നിലെന്ന് ഡാറിയ ചിന്തിച്ചിരുന്നു. ഡാറിയ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു. അത് കണ്ട് പിന്നാലെ എലനോറും ചെന്നിരുന്നു. അവർ പിന്നീട് ഒന്നിച്ചു സംസാരിച്ചു. നമുക്ക് നടന്ന പ്രശ്നങ്ങൾക്ക് ഒരു നടപടിയും ആരും എടുക്കാൻ പോകുന്നില്ല. തങ്ങളോട് ദുഷ്ടത്തരം ചെയ്തവർക്കെതിരെ തങ്ങളും പ്രതികാരം ചെയ്യണം. തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സീക്രട്ടാക്കി വെക്കാനും പരസ്പരം ഇരുവർക്കും വേണ്ടി പ്രതികാരം ചെയ്യാനും അവർ തീരുമാനിച്ചു. അതായത് ഡാറിയ എലനോറിന് വേണ്ടി പ്രതികാരം ചെയ്യും, എലനോർ ഡാറിയയ്ക്ക് വേണ്ടിയും. എലനോറിന് ഡാറിയയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമെങ്കിൽ ആദ്യം സ്കൂളിലെ പോപ്പുലർ സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് അവൾക്ക് കടന്നു ചെല്ലണമായിരുന്നു. അതിന് എലനോറിന് ഒരു മേക്ക് ഓവർ തന്നെ വേണമായിരുന്നു. ഡാറിയ എലനോറിനെ സഹായിച്ചു. ഡാറിയയുടെ സഹായത്തോടെ എലനോർ ലുക്കിലും ബിഹേവിയറിലും പോലും മാറ്റം വരുത്തി. ഏറെ സുന്ദരിയായി അവൾ കാണപ്പെട്ടിരുന്നു. സ്കൂളിലെ കുട്ടികൾ
കുട്ടികളും എന്തിനേറെ മാക്സ് പോലും എലനോറിന്റെ ഭംഗിയിൽ ഒന്ന് വീണുപോകുന്നുണ്ട്. അങ്ങനെയാണ് മാക്സ് എലനോറിനെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത്. ഡാറിയ എലനോറിനെ ഒരുക്കി കൂടുതൽ ഭംഗിയിലായിരുന്നു പാർട്ടിക്ക് വിട്ടത്. പദ്ധതി നന്നായി മുമ്പോട്ടു പോകുന്നു എന്ന് ഡാറിയ കരുതിയിരുന്നു. പാർട്ടിയിൽ വെച്ച് എലനോർ മാക്സുമായി സംസാരിച്ചു. മാക്സ് തന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കഥയുണ്ടാക്കി അടിച്ചുവിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവനോട് സഹതപിക്കുന്ന പോലെ എലനോർ നടിച്ചു. പക്ഷേ എലനോറിന്റെ ഉള്ളിൽ മുഴുവൻ ഡാറിയയ്ക്കൊപ്പമുള്ള പദ്ധതികളായിരുന്നു. മറുവശത്ത് ഡാറിയ സ്കൂൾ ഫാമിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അവിടാണ് കരീസ വർക്ക് ചെയ്യുന്നത്. എലനോറിനെതിരെ സ്കാൻഡൽ ഉണ്ടാക്കിയതിൽ എലനോറിനെ ബുദ്ധിമുട്ടിച്ചതിൽ പ്രധാനിയായിരുന്നു കരീസ. കരീസയ്ക്ക് അടുത്തു ചെന്ന് സംസാരിക്കാനും അടുപ്പം കൂടാനും ഡാറിയ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഡാറിയയെ കരീസ അടുപ്പിച്ചില്ല. പകരം ആ ഫാമിന്റെ മാനേജറായ റസ്സുമായി ഡാറിയയെ കരീസ മുട്ടിച്ചു കൊടുത്തു. റസ് ചെറിയൊരു ഇൻട്രോവേർട്ട് പയ്യനായിരുന്നു. അധികം വൈകാതെ ഡാറിയ ഒരു കാര്യം കണ്ടെത്തി. ഫാം ക്ലബിൽ കരീസ രഹസ്യമായി കഞ്ചാവും മറ്റു മയക്കുമരുന്ന് ചെടികളും വളർത്തുന്നുണ്ട് എന്നായിരുന്നു അത്. ഉടനടി അത് സ്കൂളിനെ അറിയിച്ച് ഒരു പ്രശ്നമുണ്ടാക്കുകയല്ല വേണ്ടത് എന്നവർ അവിടെ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഡാറിയയ്ക്കൊപ്പം എലനോറും ഉണ്ടായിരുന്നു. സീനിയർ റിംഗ് സെറിമണിയിൽ വെച്ച് കുട്ടികളുടെ ഭക്ഷണത്തിൽ കരീസ ഉണ്ടാക്കിയ മയക്കുമരുന്നുകൾ ആഡ് ചെയ്യാമെന്നും കുട്ടികളൊക്കെ മയക്കത്തിലാകുമ്പോൾ മാക്സിന്റെ ഫോൺ എടുത്ത് തന്റെ വീഡിയോ മാക്സ് ആണ് ലീക്കാക്കിയത് എന്നതിന്റെ തെളിവ് കണ്ടെത്താം എന്നും ഡാറിയ പറഞ്ഞു. എലനോർ അതിന് ഓക്കെ പറഞ്ഞിരുന്നു. പ്രശ്നം വന്നാൽ അത് കരീസയ്ക്കെതിരെ തിരിച്ച് കരീസയെ എക്സ്പോസ് ചെയ്യാം എന്നുമായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ കോളേജിലെ ഫംഗ്ഷൻ എത്തി. കൃത്യമായി പറഞ്ഞാൽ സ്കൂളിലെ സീനിയർ റിംഗ് സെറിമണി. അവിടെ ഭക്ഷണമുണ്ടാക്കുന്നിടത്ത് കടന്നു ചെന്ന് ഡാറിയ കഞ്ചാവും പ്രത്യേകതരത്തിലുള്ള കൂണുകളുമൊക്കെ ആ കറിയിലിട്ടു. പാർട്ടി നടന്ന് കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരിലും വല്ലാത്ത വിചിത്ര സ്വഭാവം കാണാൻ തുടങ്ങി. ഏവരും മയക്കുമരുന്നടിച്ച് മയങ്ങി നിൽക്കുന്ന പോലായിരുന്നു. പ്രിൻസിപ്പൽ ഭക്ഷണം ചെക്ക് ചെയ്തു. അതിൽ നിന്നും കഞ്ചാവിന്റെയും മറ്റും അംശങ്ങൾ പ്രിൻസിപ്പൽ കണ്ടെടുക്കുകയാണ്. അതിനോടകം പ്രിൻസിപ്പലിന് ഡാറിയ കരീസയുടെ ഫാം ക്ലബിലെ കഞ്ചാവ് കൃഷിയെപ്പറ്റി വിവരവും കൊടുത്തിരുന്നു. മൊത്തത്തിൽ സംഭവം കരീസയ്ക്കെതിരെ തിരിഞ്ഞു. അതോടെ കരീസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഡാറിയയും എലനോറും ചേർന്ന് മാക്സിന്റെ ഫോൺ പരിശോധിച്ചിരുന്നു. അതിൽ പക്ഷേ ഡാറിയയുടെ വീഡിയോ മാക്സ് ആണ് ലീക്കാക്കിയത് എന്നതിനൊരു തെളിവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കൂട്ടത്തിൽ ഒരു കാര്യം അവർ മനസ്സിലാക്കി. മാക്സ് അത്ര നല്ല പയ്യനൊന്നുമല്ല. നിരവധി പെൺകുട്ടികളുമായി മാക്സിന് റിലേഷൻഷിപ്പ് ഉണ്ട്. ടെക്സ്റ്റ് മെസ്സേജുകളും മറ്റും അവർക്കതിൽ കാണാൻ കഴിഞ്ഞു. വാലന്റൈൻസ് ഡേയുടെയെന്ന് ആ വിവരങ്ങൾ പുറത്തുവിട്ട് മാക്സിന്റെ ഇമേജ് തകർക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനിടയിൽ മറ്റു ചിലതും കൂടി നടന്നിരുന്നു. റസ്സും ഡാറിയയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉടലെടുത്തിരുന്നു. അതൊരു പ്രണയബന്ധത്തിലേക്ക് വളർന്നു തുടങ്ങി. അങ്ങനെ വാലന്റൈൻസ് ഡേ ആയി. സ്കൂളിലെ പോപ്പുലർ സ്റ്റുഡന്റായ മാക്സ് കുട്ടികളോട് വലിയ വായിൽ സംസാരിച്ചു നിൽക്കെ എലനോറും ഡാറിയയും ചേർന്ന് മാക്സിനെ പറ്റിയുള്ള മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളുമെല്ലാം എല്ലാ കുട്ടികളുടെയും ഫോണിലേക്ക് എത്തിച്ചു. മാക്സിന്റെ നുണകളും ചതികളുമൊക്കെ അതിലൂടെ കുട്ടികൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മാക്സ് അവിടെ വെച്ച് കളം മാറ്റി കളിച്ചു. മാക്സും താരയുമടക്കം ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലാണെന്നും തന്റെ ക്യാരക്ടർ അതാണ് എന്നുമായിരുന്നു മാക്സ് പറഞ്ഞത്. അതോടെ സ്കൂൾ ഒട്ടുക്കും ഓപ്പൺ റിലേഷൻഷിപ്പ് ഒരു ട്രെൻഡായി മാറി. കുട്ടികൾ അതിനുവേണ്ടി മാക്സിനെ സമീപിച്ചു. മാക്സിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു എന്നല്ലാതെ ഡാറിയ വിചാരിച്ച പോലെ മാക്സിനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞതേയില്ല. പക്ഷേ അതിലും വലിയൊരു തിരിച്ചടി ഡാറിയയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡാറിയ ഏറെ ആഗ്രഹിച്ചിരുന്ന യേൽ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ അവർ റിജക്ട് ചെയ്തിരുന്നു. സ്കൂളിൽ വെച്ച് ഡാറിയ മാക്സിനെ തല്ലിയെന്ന കാര്യം മാക്സ് യേലിന് റിപ്പോർട്ട് ചെയ്തതും ഡാറിയയുടെ ക്യാരക്ടർ ശരിയല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ഡാറിയയുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തത്. തന്റെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ, തന്റെ സ്വപ്നം ഒക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡാറിയ വല്ലാതെ അസ്വസ്ഥയായി. മാക്സിനോട് അവൾക്കുള്ളിൽ തീർത്താ പക വന്നു. അവനെ തകർക്കണം, അവനോട് പ്രതികാരം ചെയ്യണം എന്ന് തന്നെ അവൾ ഉറച്ചു. ഡാറിയ വീണ്ടും എലനോറിനെ കണ്ട് സംസാരിച്ചു. സ്കൂളിൽ നിന്ന് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പാർട്ടി നടത്തപ്പെടും. ആ പാർട്ടിയിൽ എലനോർ പങ്കെടുക്കണം. അവിടെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്തെത്തിക്കുകയും വേണം. ഡാറിയയ്ക്ക് അങ്ങനെ ആ പാർട്ടി ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ വെച്ച് മാക്സിനെ തകർക്കാനായിരുന്നു ഡാറിയയും എലനോറും പദ്ധതിയിട്ടിരുന്നത്. പക്ഷെ പോകെ പോകെ ഡാറിയയുടെ ഉള്ളിൽ പ്രതികാരം മാത്രമാണെന്നും സെൽഫിഷായി തന്നെ അവൾ അതിനുവേണ്ടി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന തരത്തിലേക്കും എലനോറിന്റെ ചിന്തകൾ വന്നു. എന്തിനേറെ പറയുന്നു, എലനോറിന്റെ ബർത്ത്ഡേ ഡാറിയ മറന്നുപോവുകയും ചെയ്തു. അവർക്കിടയിലെ ഫ്രണ്ട്ഷിപ്പ് ആകെ പ്രശ്നത്തിലേക്ക് എത്തിത്തുടങ്ങി. ഇതേസമയം മാക്സും സ്കൂളിലെ പോപ്പുലർ സ്റ്റുഡൻസും ചേർന്ന് എലനോറിന്റെ ബർത്ത്ഡേ പാർട്ടി കാര്യമായി ആഘോഷിച്ചു. അങ്ങോട്ടേക്ക് ഡാറിയ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഡാറിയ റോസിനൊപ്പം അവിടെ എത്തി എലനോറിനെ കണ്ട് സംസാരിച്ചു. മാക്സും കൂട്ടുകാരും അത്ര നല്ലോരല്ലെന്നും അവർ നിന്നെ ചതിക്കും എന്നുമൊക്കെ ഡാറിയ പറഞ്ഞത് എലനോറിനത്ര പിടിച്ചില്ല. എലനോർ അപ്പോഴേക്കും മാക്സിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞിരുന്നു. അവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. ഡാറിയ പാർട്ടി വിട്ടുപോന്നു. അടുത്ത ദിവസം
ഡാറിയയുടെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഡാറിയ മെക്കാനിക്കിനെ വിളിച്ചു. അപ്പോഴാണ് ഡാറിയ ഒരു വിവരമറിയുന്നത്. മുമ്പ് ഡാറിയയുടെ കാർ ബ്രേക്ക് ഡൗൺ ആയി എലനോർ ലിഫ്റ്റ് കൊടുത്തിരുന്നല്ലോ. അന്ന് ആരോ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് ഊരി മാറ്റിയിരുന്നത്രേ. അന്നവിടെ ആകെ ഉണ്ടായിരുന്നത് എലനോർ മാത്രമാണ്. ഡാറിയ എലനോറിനെ സംശയിക്കാൻ ആരംഭിച്ചു. അടുത്ത ദിവസം ഡാറിയ കരീസയെ ചെന്ന് കണ്ടു. കരീസയോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം ഡാറിയ മനസ്സിലാക്കുന്നത്. എലനോർ യാഥാർത്ഥ്യത്തിൽ നോസി എന്ന പെൺകുട്ടിയാണ്. നോറ കട്ട്ലർ. ഓർക്കുന്നുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് സമ്മർ ക്യാമ്പിൽ വെച്ച് നീയായിരുന്നു അവളെപ്പറ്റി അവളൊരു സ്വവർഗാനുരാഗിയാണ് എന്ന മട്ടിൽ അപവാദം പറഞ്ഞു പരത്തിയത്. പക്ഷെ അതൊക്കെ എന്റെ തലയിലായിരുന്നു വന്നു വീണത്. അതൊക്കെ നീ മറന്നുപോയി കാണും. അന്നത്തെ ആ സംഭവം നോസിക്ക് ഒരുപാട് ആഘാതമേൽപ്പിച്ചിരുന്നു. പിന്നീട് അവൾ റിനോപ്ലാസ്റ്റി ചെയ്തു, പേരും മറ്റും മാറ്റി. അങ്ങനെ വീണ്ടും ഈ സ്കൂളിൽ തിരികെ വന്ന് ജോയിൻ ചെയ്തതാണ്. ആ നിമിഷം ഡാറിയ തിരിച്ചറിഞ്ഞു, എലനോർ ഇത്രനാളും തന്റെ കൂടെ കൂടിയത് തനിക്കെതിരെ റിവഞ്ച് എടുക്കാനായിരുന്നുവെന്ന്. ഡാറിയ നേരെ എലനോറിനെ എതിരിടാൻ ചെന്നു. എലനോർ അപ്പോഴേക്കും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എലനോർ ധൈര്യത്തോടെ ഒക്കെ സമ്മതിച്ചു. ഡാറിയയെ തകർക്കാൻ തന്നെയാണ് താൻ ഡാറിയയുടെ കൂടെ കൂടിയതെന്നും കൂടെ നിന്ന് ഡാറിയക്ക് പണി കൊടുക്കുകയായിരുന്നു എന്നും അവൾ സമ്മതിച്ചു. നിന്നെ ഞാൻ കൂടുതൽ തകർക്കുമെന്നും നിന്റെ ബോയ് ഫ്രണ്ട് റസ്സിനോട് ഞാൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നിറങ്ങി. ഭയന്ന ഡാറിയ റസ്സിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കാറെടുത്ത് വേഗത്തിൽ പാഞ്ഞു. പക്ഷെ പോകുന്ന വഴിയിൽ വെച്ച് അവളുടെ കാർ അപകടത്തിൽപ്പെടുകയാണ്. അവൾ ആശുപത്രിയിലായി. കണ്ണു തുറക്കുമ്പോൾ തന്റെ മുമ്പിൽ റസ് ഇരിക്കുന്നതായിരുന്നു അവൾ കണ്ടത്. അവൾക്ക് പക്ഷെ ഒന്നും വിശദീകരിക്കാൻ പറ്റിയില്ല. ഒക്കെ അറിഞ്ഞിരുന്ന റസ് സത്യങ്ങൾ മനസ്സിലായ ശേഷം അവളുടെ കൂടെ ഇരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കരീസയെ നീ കുടുക്കിയതാണല്ലേ എന്ന് ചോദിച്ച് അവിടെ നിന്നിറങ്ങിപ്പോന്നു. അതിനോടകം എലനോർ മറ്റു ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അവൾക്ക് അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു ദുഃഖവാർത്ത അവൾ അടിച്ചിറക്കി. പാർട്ടിയിലേക്ക് അവൾക്കുള്ള അഡ്മിഷനും അവൾ തയ്യാറാക്കി. എലനോർ അന്ന് ഡാറിയക്കടുത്തു വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് മൊത്തമായി നിന്നെ തകർക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിന്റെ കൂട്ടുകാരിയടക്കം എനിക്ക് എക്സ്പോസ് ചെയ്യണം. അതിനുള്ള സമയമാണിത്. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഭവിഷ്യത്തും കാര്യങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. എലനോറിനെ ഭയന്ന് കുറച്ച് പേടിച്ചു തന്നെ ഡാറിയ അഡ്മിഷൻ പാർട്ടിക്ക് പോയി. അവിടെ എത്തിയപ്പോൾ എലനോർ ഡാറിയയുടെ ശരീരത്തിൽ ഒരു ക്യാമറ പിടിപ്പിച്ചു. നിന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഇതിൽ റെക്കോർഡാകണം, അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം അവരെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ. എലനോർ പറഞ്ഞു. പാർട്ടിക്കകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഫോണൊക്കെ അവർ കൗണ്ടറിൽ ഏൽപ്പിച്ചു. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഡാറിയ അവിടെ വെച്ച് എലനോർ പഴയ നോസിയാണ് എന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. എലനോറിന് അത് വല്ലാത്ത ഷോക്കിംഗ് ആയിരുന്നു. എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ താനത് പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് ഡാറിയക്ക് തോന്നി. പുറത്തേക്ക് പോയ എലനോറിന്റെ പിന്നാലെ അവൾ ഓടിച്ചെന്നു. എലനോറിനോട് ക്ഷമാപണം നടത്തി. പിന്നാലെ ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ ഡ്രസ്സിലെ ക്യാമറ എടുത്ത് നശിപ്പിച്ചു. ആരുടെയും ലൈഫ് ഇനി എനിക്ക് തകർക്കണ്ട എന്ന് എലനോറിനോട് പറഞ്ഞു. എലനോറും ഡാറിയയോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം നിന്റെ കൂടെ കൂട്ടുകാരിയായി കഴിഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞ ഡാറിയ വീണ്ടും അവളുമായി സൗഹൃദത്തിലാവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സമയമാണ് മാക്സ് അങ്ങോട്ടേക്ക് കടന്നു വന്നത്. മാക്സ് അതിനോടകം അതൊക്കെ കേട്ടും കണ്ടും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. വന്ന മാക്സ് പറഞ്ഞു, നിങ്ങൾ രണ്ടാളുടെയും ഫോൺ ഞാൻ പരിശോധിച്ചിരുന്നു. നിങ്ങളുടെ കള്ളക്കളികളും നിങ്ങൾ ചെയ്ത കാര്യങ്ങളുമൊക്കെ ഇപ്പോ എനിക്കറിയാം. പിന്നെ നീ അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ കാര്യമുണ്ടല്ലോ, നിന്റെ വീഡിയോ ലീക്കാക്കിയത് ആരാണെന്ന്, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സ് അതും പറഞ്ഞ് തിരികെ നടന്നു. വിജയ് ഭാവത്തിലായിരുന്നു മാക്സിന്റെ പോക്ക്. ഡാറിയ ആകെ വല്ലാതായി. മാക്സ് പോയതും എലനോർ ചിരിക്കാൻ ആരംഭിച്ചു. എലനോർ പറഞ്ഞു, നിന്റെ ക്യാമറ മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ, എന്റെ ഡ്രസ്സിലും ഒരു ക്യാമറ ഉണ്ടായിരുന്നു. മാക്സ് പറഞ്ഞത് അത്രയും റെക്കോർഡായിട്ടുണ്ട്. എലനോറും ഡാറിയയും വീണ്ടും ഒന്നിച്ചു. മാക്സ് എന്ന ദുഷ്ടനെ എല്ലാവർക്കും മുമ്പിൽ തുറന്നു കാട്ടാൻ അവർ തീരുമാനിച്ചു. അവരാ വീഡിയോ ആ പാർട്ടിയിൽ പ്ലേ ചെയ്തു. മാക്സിന്റെ തനി സ്വഭാവവും മാക്സ് ചെയ്ത പ്രവൃത്തികളും എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുകയാണ്. ഇത്തവണ മാക്സിന് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. വീഡിയോ ദൃശ്യങ്ങൾ മാക്സ് തന്നെ ഏറ്റുപറയുന്നതാണല്ലോ പുറത്തു വന്നത്. മാക്സ് അക്ഷരാർത്ഥത്തിൽ പെട്ടു. തങ്ങളുടെ പ്രതികാരം പൂർത്തിയായതായി ഡാറിയയ്ക്കും എലനോറിനും മനസ്സിലായി. മാക്സിന്റെ പ്രവൃത്തി മൂലം മാക്സ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഡാറിയയും എലനോറും വീണ്ടും നല്ല സുഹൃത്തുക്കളായി. യേൽ യൂണിവേഴ്സിറ്റിയിലെ മാക്സിന് കൊടുക്കാൻ വെച്ചിരുന്ന സ്ഥാനം ഡാറിയക്ക് ലഭിച്ചു. പക്ഷേ തനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് അവൾ റിജക്റ്റ് ചെയ്തു. ഡാറിയ റസ്സിനോടും മാപ്പ് ചോദിക്കുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.